ഇതാ പോകുന്നു നമ്മളുടെ കഥാനായകൻ. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കാന്താര മൂവിക്ക് പോവാൻ കേട്ടോ. എൻ്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. മൂപ്പർക്ക് സിനിമയൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കാന്താര മൂവി കാണാൻ പോവാം. ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന്. സിനിമ കാണാൻ പോകുന്നത് വാഫി മോളിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ 12:15 സിനിമ. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 11:50 കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടെ എത്തി ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ സമയത്തിനെത്തി സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം. കാന്താര 1 ഞാൻ കണ്ടതാണ്, പക്ഷെ അത് ഞാൻ തിയേറ്ററിൽ പോയിട്ടൊന്നുമല്ല കേട്ടോ കണ്ടത്. ഞാനും അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ആളൊന്നുമല്ല. പക്ഷെ ചില സമയത്ത് എന്താ പറയുക, ചില സിനിമകൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കാണാൻ പോകാൻ തോന്നും. അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തിയേറ്ററിനുള്ളിൽ നിന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടത്തെ പോലെയല്ലേ, പെട്രോളിനൊക്കെ വില കുറവാണ്. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് ബാക്കി റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ നേരം ഉണ്ടായില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. കുക്ക് ചെയ്യാണ്ടായിരുന്നു, കുക്കിങ് ചെയ്ത് പിന്നെ ലേറ്റായിട്ട് എണീറ്റ്, അതുകൊണ്ട് എല്ലാം കൂടെ ഒരു തിരക്കായിപ്പോയി. അപ്പോൾ ഗെറ്റ് റെഡി ഒന്നും പറ്റിയില്ല. പിന്നെ കാതിൽ എങ്ങനെയുണ്ട്? രസമുണ്ടാ? പുതിയതാ. അപ്പോൾ ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂമുള്ളത്. പക്ഷേ നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് വളഞ്ഞ് മുക്കി പിടിച്ച് പോകുമ്പോൾ കുറച്ച് ദൂരം തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെയാണ്. ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് 2 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ദുബായ്, ന്യൂ ദുബായും കാണാം. ഞങ്ങൾ ഓൾഡ് ദുബായിലാണുള്ളത്. ന്യൂ ദുബായിലാണ് നമ്മളെ ബുർജ് ഖലീഫയൊക്കെ കാണാൻ പറ്റും. ബുർജ് ഖലീഫ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമെന്നറിയില്ല, അവിടെ ഒരു വര പോലെ കാണാം. നമ്മളെ ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അത് ബുർജ് ഖലീഫയാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. പോകണം. അതിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് തോന്നുന്നു 50 ദിർഹംസ് സെറ്റാൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഈ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം. കണ്ടില്ലേ, നല്ല ഫുള്ള് വണ്ടികളാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ. പക്ഷേ നല്ല ബ്ലോക്കും ഉണ്ട്. നമ്മളിപ്പോൾ വർക്കിംഗ് ഡേയിലല്ലല്ലോ പോകുന്നത്. സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിലേ ഫുള്ള് ദുബായിൽ തിരക്കായിരിക്കും. അതിൻ്റെ ഇടയിൽ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടിയല്ല, ഫുള്ള് ബ്ലോക്കായിരിക്കും. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും. ഇതുണ്ടോ, നല്ല പ്രകൃതി ഭംഗി. നമ്മൾ എത്ര മരുഭൂമിയാണ് ഇതാണെന്ന് പറഞ്ഞാലും ഇവർ മാക്സിമം നല്ല നല്ല ചെടികളും നല്ല കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊണ്ടു കിടക്കുന്ന ഒരു സിറ്റിയാണ്. അതൊന്നും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളും അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും സൂപ്പറാണ് കേട്ടോ. പിന്നെ അതേപോലത്തെ ഓരോ ഇതിലും വരുന്ന ഇവരെ ഗ്രോത്ത്, ഇവരെ രാജ്യത്തിന് വരുന്ന ഗ്രോത്ത്, അതും പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം ഉണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കും, അവൻ വണ്ടി ഓടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകുന്ന കാര്യങ്ങളിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേ പോവാം. അപ്പോൾ ആ കാണുന്ന മോളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ സിനിമ കാണാനുള്ളത്. അപ്പോൾ അത് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഇനി ഒന്നും പറയാല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആയ യൂണിവേഴ്സ് പോയില്ലേ, അത് ഈ സെയിം സ്ഥലത്ത് തന്നെയാണ്. ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതും ഉള്ളത്. ഈ മോൾ ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നോക്കി സൈഡിലൊക്കെ എന്ത് രസമായിട്ട് ആ തൂണിലൊക്കെ നോക്കിയേ, സ്കൾപ്ചേഴ്സൊക്കെ നല്ലയില്ലേ. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു മോളാണ്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, അന്ന് ആയ യൂണിവേഴ്സ് പോയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു മോള് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിനും കൂടെ വേണ്ടി 2ാമത് പോവാണ്. അപ്പോൾ നല്ല ഇഷ്ടമാണ് ആ സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ, നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ടിലൊക്കെ നല്ല എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമ്മൾ നേരെ അത് നമ്മളെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. പാർക്കിംഗ് കയറി ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം കേട്ടോ നമ്മളുടെ സംഗതി. വണ്ടി പാർക്ക് ചെയ്ത് നടക്കുവാണേ. നമ്മൾ എസ്കലേറ്റർ കയറുമ്പോൾ തന്നെ ഉള്ള വ്യൂ ആണ് മുകളിലേക്കുള്ള. നോക്കിയേ എന്ത് ഭംഗിയാണല്ലേ. ഇതിങ്ങനെ വെയിലടിക്കുമ്പോൾ താഴേക്ക് ആ കളേഴ്സൊക്കെ വരുന്നത് ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ നമ്മൾ വെയിലടിക്കുമ്പോൾ താഴെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളാ കളേഴ്സ് ഇങ്ങനെ വരും. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ എത്രക്കാരം കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇതാണ് നമ്മളുടെ മോള്, ശാന്തസുന്ദരമായ മോളാണ്. ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ തിയേറ്ററിൻ്റെ ഏരിയ കേട്ടോ. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്ക് പ്ലേ ഏരിയ ഉണ്ട് കണ്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്. പ്ലേ ഏരിയ, അത് ഫുഡിൻ്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇതാണ്. മാക്സ് നമ്മൾ തിയേറ്ററിലേക്ക് കയറുകയാണ്. ബാക്കി തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ ഇങ്ങനെ പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
പിന്നെ ഇൻ്റർവെല്ലിന് ഞാനൊന്ന് ബാത്റൂമിൽ കയറി ആസ് യൂഷ്വൽ നമ്മൾ എന്തായാലും ഫോണായിട്ട് ഇറങ്ങും. പിന്നെ ഈ ബാത്റൂം കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ. ബാക്കി വിശേഷം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പടം കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പടത്തിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഭിക്ക് എന്താ പറയാണ്ടോ? ഓക്കെ കുഴപ്പമില്ലാത്ത പടമാണ്. എനിക്കറിയില്ല ഇത്ര കാലം ഹൈപ്പിനൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഓക്കെ കുഴപ്പമില്ല. എനിക്ക് കുറച്ച് മൈഗ്രൈൻ്റെ പ്രശ്നം ഉള്ളതിനോണ്ട് തന്നെ ഭയങ്കര സൗണ്ട് എഫക്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, തല പൊളിയുന്നുണ്ട് എനിക്ക്, തലവേദന എടുത്തിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കുട്ടി ഈവനിങ് അല്ല, എന്താണ് ഫിലിം വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഇവിടെ ഇപ്പോൾ ഒരു 3:30-4 മണിയാവാനായി. ഇനി ഭക്ഷണം കഴിക്കണം. ഇനി ഭക്ഷണം കഴിച്ച് നേരെ റൂമിൽ പോകും. അത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. എക്സ്ക്യൂസ് മീ. ബൈ. അതോ പറയില്ല, അങ്ങനെ ഒരു സാധനം. ബൈ.